സന്ദേശങ്ങൾ അയക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയ ഉപകരണം ആളുകളുടെ ജീവനെടുത്തത് എങ്ങനെയാണ്? ലെബനനിലെ സ്ഫോടനത്തിലൂടെ കാലഹരണപ്പെട്ടുവെന്ന് കരുതിയ പേജറുകൾ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. എന്താണ് ഈ പേജറുകൾ? സന്ദേശങ്ങൾ സ്വീകരിക്കുവാനും അയക്കുവാനും കഴിയുന്ന ഒരു ചെറിയ പോർട്ടബിൾ വയർലെസ് ഉപകരണമാണ് പേജർ അഥവാ ബീപ്പർ. സന്ദേശങ്ങൾ ലഭിക്കുമ്പോൾ ഈ ഉപകരണത്തിൽ നിന്നും ബീപ്പ് ശബ്ദം ഉയരും. ഡോക്ടർമാർ, പത്രപ്രവർത്തകർ, സാങ്കേതിക വിദഗ്ധർ, മാനേജർമാർ തുടങ്ങിയ പ്രൊഫഷണലുകൾ ഒരു കാലത്ത് ആശയവിനിമയത്തിനായി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നതും ഈ പേജറുകളാണ്. ചില പേജറുകളിൽ നമ്പറുകൾ മാത്രമേ കാണാൻ കഴിയൂ. എന്നാൽ മറ്റു ചില പേജറുകളിൽ നമ്പറുകളും ലെറ്ററുകളും അയക്കാൻ സാധിക്കും. ദൂരപ്രദേശങ്ങളിൽ നിന്ന് പോലും പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ സ്വീകരിക്കുവാൻ പേജറുകൾക്ക് കഴിയുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഒരു FM റേഡിയോ പ്രോഗ്രാമിന് സമാനമായ ഉയർന്ന ഫ്രീക്വൻസി റേഡിയോ സിഗ്നലുകൾ ഉപയോഗിച്ചാണ് പേജറുകൾ സന്ദേശങ്ങൾ അയക്കുന്നത്. 80കളിലും 90കളിലും വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന പേജറുകളുടെ ജനപ്രീതിയിൽ ഇടിവ് സംഭവിച്ചത് സെൽഫോണുകളുടെ വരവോടെയായിരുന്നു. എന്നാൽ സ്മാർട്ട് ഫോണുകളിൽ നിന്നും വ്യത്യസ്തമായി പേജറുകൾ നിർണായക സന്ദേശങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സ്വകാര്യത, ചെലവ് കുറവ് എന്നിവയെല്ലാം കണക്കിലെടുത്ത് ആരോഗ്യമേഖല മുതൽ ഉയർന്ന സുരക്ഷ ആവശ്യമുള്ള വിവിധ മേഖലകളിൽ പേജറുകളെ ആശയവിനിമയത്തിന് ഉപയോഗിക്കാറുണ്ട്. റേഡിയോ ഫ്രീക്വൻസി വഴി ചുരുക്കം വാക്കുകൾ മാത്രം ആശയവിനിമയം ചെയ്യാൻ സാധിക്കുന്ന പേജറുകളായിരുന്നു ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്ന AP924 മോഡൽ. ഹിസ്ബുള്ള കേന്ദ്രങ്ങളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത തടയുകയായിരുന്നു പേജറുകളെ ആശ്രയിക്കുവാനുള്ള ഹിസ്ബുള്ളയുടെ തീരുമാനത്തിന് പിന്നിൽ. ഫെബ്രുവരിയിൽ ഇന്റലിജൻസ് വിഭാഗത്തിലെ വിള്ളലുകൾ പരിശോധിക്കാൻ പുതിയ യുദ്ധമുറയ്ക്ക് ഹിസ്ബുള്ള രൂപം നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി ഫോണുകളും മറ്റെല്ലാ സാങ്കേതിക ഉപകരണങ്ങളും നശിപ്പിച്ചു കളയണമെന്ന് ഹിസ്ബുള്ള ജനറൽ ഹസൻ നസ്രല്ല ആഹ്വാനം ചെയ്യുകയും ചെയ്തു. പകരം ഉപയോഗിക്കാനായി വ്യാപകമായി വിതരണം ചെയ്ത പേജറുകളാണ് ഇപ്പോൾ നടന്ന സ്ഫോടനങ്ങൾക്ക് കാരണമായത്. നിർമ്മാണ ഘട്ടത്തിൽ തന്നെ പേജറുകളിൽ കൃത്രിമം നടന്നിട്ടുണ്ടെന്നാണ് ഹിസ്ബുള്ളയുടെ നിഗമനം. ആരോപണമനുസരിച്ച് ഒരു പ്രത്യേക കോഡ് സന്ദേശത്തിലൂടെ പേജറുകൾ പൊട്ടിത്തെറിക്കുന്ന സംവിധാനമാണ് ഒരുക്കിയിരുന്നത്. ഓരോ പേജറുകളിലും 3 ഗ്രാമോളം സ്ഫോടക വസ്തുക്കളാണ് ഉണ്ടായിരുന്നത്. സ്കാനറുകളിൽ പോലും കണ്ടെത്താനാകാത്ത വിധമായിരുന്നു ഇതിന്റെ ക്രമീകരണവും. അതായത് ആരോപണം ശരിയാണെങ്കിൽ മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇസ്രായേൽ ആക്രമണം ആസൂത്രണം ചെയ്തതായി വേണം കരുതാൻ. എന്തായാലും ഹിസ്ബുള്ള നേരിട്ട ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചകളിൽ ഒന്നാണിതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.